നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 27. അങ്ങനെ ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോളറ്റാലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാനും ഒമാനും തമ്മിൽ ധാരണയിൽ എത്തിച്ചേർന്നെങ്കിലും തങ്ങളുടെ നിബന്ധനകൾ US അംഗീകരിക്കുന്നതുവരെ ഹോർമോസിലൂടെയുള്ള പുതിയ പാത തുറക്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും US ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വലിയ വിജയമാണ് കൈവരിച്ചിരിക്കുന്നതെന്നും ആവശ്യമുള്ളതുവരെ US യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പ്രസ്താവനയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തത്. മാത്രമല്ല US-ന് ഒരിക്കലും ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുവാൻ വേണ്ടിയിട്ട് യാതൊരുവിധ തിരക്കുമില്ലെന്നുള്ള പ്രസ്താവനയും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉടനടി തന്നെ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ പ്രതീക്ഷയില്ലതാനും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് അപ്പർ സൈഡിലേക്ക് 24,400 എന്ന ലെവൽ ശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 24,500 എന്ന ലെവലും ശക്തമായി മറികടക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ പിന്നീട് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിനു ശേഷമുള്ള സിംഹായിയായ 24,774 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതുവരെ കൺസോളിഡേഷനുള്ള സാധ്യതകളാണ് വെച്ചു പുലർത്തുന്നതും. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഡൗൺ സൈഡിലേക്ക് 24,150 എന്ന ലെവൽ ഉണ്ടെങ്കിലും സൈക്കോളജിക്കൽ ലെവൽ ആയ 24,000 എന്ന ലെവൽ തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലായിട്ട് മാറുന്നതും. എന്നാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും ശക്തമാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഇന്നലെ US-ൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെ റിലീസ് ഉണ്ടായിരുന്നു. ജൂലൈ മാസത്തെ US-ൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും ഹോട്ടായിട്ട് തന്നെയാണ് റിലീസ് ചെയ്യപ്പെട്ടതും. അതിന്റെ ഒരു അനന്തരഫലം ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേരിടേണ്ടതായിട്ടും വന്നു. ചൊവ്വാഴ്ച കൈവരിക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 502.63 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6,425.16 കോടി രൂപയ്ക്ക് ബൈയിങ് ശക്തമാക്കുന്ന കാഴ്ചയുമാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത്, തോമസ് കുക്ക് ഇന്ത്യ, ഡോംസ് ഇൻഡസ്ട്രീസ്, യാഷ് ഹൈ വോൾട്ടേജ്, മനാകിസ കോട്ടഡ് മെറ്റൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡന്റിന്റെ എക്സ് ഡേറ്റ് ആണ് ഇന്ന്. NCL റിസർച്ച് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിന്റെ റൈറ്റ് ഇഷ്യൂഡ് എക്സ് ഡേറ്റ് ആണ് ഇന്ന്. F&O ബാനിലുള്ള സ്റ്റോക്ക് സെയിലാണ്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് മാത്രമേ ഇന്നലെ 0.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ഡോക്ടർ റെഡ്ഡീസിന് 1% HDFC ബാങ്ക് ADRന് 2% ICICI ബാങ്ക് ADRന് 0.25%, ഇൻഫോസിസിന് 3% വിപ്രോയ്ക്ക് 2.25% നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ ബാങ്കിംഗ് IT മേഖലയിൽ പ്രതിഫലിച്ചേക്കാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ഉണ്ടായ ഡിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.73 എന്ന നിലയിലേക്ക് ബെയറിഷ് ആയിട്ട് തന്നെ മാറിയപ്പോൾ മാക്സ് പെയിൻ 24,300 എന്ന നിലയിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും 24,200 എന്ന ലെവലിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലനിർത്തുവാനായെങ്കിലും 24,300 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA-യിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. RSI-ലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 52 പോയിന്റ് ചില്ലറയിൽ നിന്നും 47.50 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. ഇതോടുകൂടി RSI-യും 50 എന്ന റെഫറൻസ് ലൈനിന് താഴേക്ക് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ US മാർക്കറ്റുകളെ ഇന്നലെ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് എസ്പെഷ്യലി നാളെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ സ്പീച്ച് ഉണ്ട്.
ഇതിൽ ഒരുപക്ഷെ യുഎസിലെ ഇൻഫ്ലേഷൻ ജൂലൈയിൽ ഉയർച്ച രേഖപ്പെടുത്തിയതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സെപ്റ്റംബർ മാസത്തെ ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള സൂചനകൾ നൽകിയേക്കാമെന്നുള്ള ആശങ്കയും നിക്ഷേപകർക്കും മാർക്കറ്റിനുമുണ്ട്. ആയതിനാൽ തന്നെ ഇന്നലെയും യുഎസ് മാർക്കറ്റുകൾക്ക് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. ശക്തമായ ഒരു ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നില്ല. S&P 500ഉം നാസ്ഡാക്കും ഫ്ളാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെ 200 പോയിന്റുകളുടെ നേട്ടത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ശക്തമായ കുതിപ്പ് രേഖപ്പെടുത്തുവാൻ ഇടയാക്കിയത് നമ്പർ 1 സ്റ്റോക്കായ എൻവിഡിയയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്നലെ പ്രസിദ്ധീകരിച്ചു തന്നെയാണ്. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. എങ്കിലും ആകെ ആശങ്ക ഉയർത്തുന്ന കാര്യം എൻവിഡിയയുടെ ഔട്ട്ലുക്ക് നിക്ഷേപകരെ അത്ഭുതപ്പെടുത്താൻ ഇടയാക്കിയുമില്ല. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.25%, ജർമ്മൻ മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് അതേസമയം 1.5% നേട്ടത്തോടു കൂടിയിട്ടുമാണ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും എണ്ണയുടെ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഏകദേശം 0.25% ഇടിവാണ് ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലും അനുഭവപ്പെടുന്നതും. എങ്കിലും ഇന്നലത്തെ നമ്മുടെ ക്ലോസിംഗ് ലെവൽ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന നിലയിലായിട്ടാണ് എണ്ണയുടെ വില നിലകൊള്ളുന്നതും. ബ്രന്റ് ക്രൂഡിന് $87.31 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $71.70 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസിലൂടെയുള്ള ഇറാന്റെയും ഒമാന്റെയും പുതിയ പാത തുറക്കുമെന്നാണ് ലോകം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്നും യുഎസ് അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നതുവരെ ഈ പാതയും തുറക്കില്ലെന്നുള്ള പ്രസ്താവന വന്നതാണ് വീണ്ടും എണ്ണയുടെ വില വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയതും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഗോൾഡിന്റെ വിലയിൽ ഇടിവ് തുടർന്നെങ്കിലും ഇന്ന് രാവിലെ ആയപ്പോൾ 0.5% ഉയർച്ചയാണ് അനുഭവപ്പെടുന്നതും. എങ്കിലും ഇന്നലത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ക്ലോസിംഗ് സമയത്ത് ലെവൽ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഗോൾഡിന്റെ വിലയും. $4,608.02 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്യപ്പെടുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജുനീപ്പർ ഗ്രീൻ എനർജി Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ പ്രോഫിറ്റില് 54.2%, റവന്യൂവില് 81.2% വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. ICICI Prudential AMC കുറഞ്ഞ പൊതു ഓഹരി പങ്കാളിത്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായിട്ട് സ്റ്റോക്കിൽ നിന്നും 2% വരുന്ന ഓഹരികൾ വിൽക്കുവാനായിട്ട് പ്രൂഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിംഗ് പദ്ധതിയിടുന്നതായിട്ട് CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 3,121 കോടി രൂപയാണ് ഈ ഓഹരി വിൽപ്പനയുടെ മൂല്യവും. ഫസ്കോ ഇന്ത്യ, മോർഗനൈറ്റ് ക്രൂസിബിൾ, മോർഗൻ ടെറാസൻ VB എന്നിവർ തങ്ങളുടെ കൈവശമുള്ള 15.27% ഓഹരികളും ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിച്ചുകൊണ്ട് സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 664.4 കോടി രൂപ മൂല്യമുള്ള ഈ ഇടപാടില് 5,773 രൂപ 63 പൈസ പെർ ഷെയർ നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. A ഫൈനാൻസ്, ആൽഫ വെഞ്ചേഴ്സ് ഇന്ത്യ, ആൽഫ വേവ് ഇന്ത്യ ILP സ്റ്റോക്കിൽ നിന്നും തങ്ങളുടെ 7.8% ഓഹരികളും ഒരു ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. 320.4 കോടി രൂപ മൂല്യം വരുന്ന ഈ ഇടപാടില് 167 രൂപ പെർ ഷെയർ നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഇടക്കാല സിഇഒയായി ശ്രീ കേതൽ മർച്ചന്റിന്റെ കാലാവധി നീട്ടുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി. 2026 ഓഗസ്റ്റ് 27 മുതൽ 3 മാസത്തേക്കോ അതല്ലെങ്കിൽ സ്ഥിരം MDയും CEOയും ചുമതല ഏൽക്കുന്നത് വരെയോ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെയായിരിക്കും ഈ കാലാവധി. IRB ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിന്റെ യൂണിറ്റുകളിൽ 351 കോടി രൂപ വരെ നിക്ഷേപിക്കുന്നതിന് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. ഭാരത് ഇലക്ട്രോണിക്സ് ഓഗസ്റ്റ് 10 മുതൽ 730 കോടി രൂപയുടെ അധിക ഓർഡറുകൾ കമ്പനി സ്വന്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ട്സ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പനിയുടെ ഉപസ്ഥാപനമായ ആൽപസ് ഹോസ്പിറ്റലിന് 165.7 കോടി രൂപയുടെ GST അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷോക്കോസ് കം ഡിമാൻഡ് നോട്ടീസ് മുംബൈയിലെ ഡയറക്ടർ ജനറൽ ഓഫ് GST ടാക്സ് ആൻഡ് ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ചു. വേദാന്ത അലൂമിനിയം അല്ലെങ്കിൽ വേദാന്ത ഗ്രൂപ്പിലെ മറ്റേതെങ്കിലും കമ്പനി എന്നിവയിലുള്ള തങ്ങളുടെ ഓഹരി വിൽക്കുവാൻ പദ്ധതിയിടുന്നതായിട്ട് വന്ന മാധ്യമ വാർത്തകളെ വേദാന്തയുടെ മാതൃ കമ്പനിയായ വേദാന്ത റിസോഴ്സസ് നിഷേധിച്ചിട്ടുണ്ട്. ഫിസിക്സ് വാല, ലൈറ്റ് സ്പീഡ് ഓപ്പർച്യൂണിറ്റി ഫണ്ട്
സെക്കൻഡ് LP സ്റ്റോക്കിൽ നിന്നും തങ്ങളുടെ 1.61% ഓഹരികള് 4.67 കോടി ഇക്വിറ്റി ഷെയറുകൾ 549.73 കോടി രൂപയ്ക്ക് 117 രൂപ 72 പൈസ പെർ ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ പൂർണ്ണമായും വിറ്റൊഴിവാക്കി. റൂബിക്കോൺ റിസർച്ച്, ജനറൽ അറ്റ്ലാന്റിക് സിംഗപ്പൂർ RR പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലോക്ക് ഡീലിലൂടെ 8.37% ഓഹരികള് അഥവാ 1.38 കോടി ഇക്വിറ്റി ഷെയറുകൾ 1160 രൂപ പെർ ഷെയർ നിരക്കില് വിറ്റഴിച്ചു. ഗാജ ഓൾട്ടർനേറ്റീവ് 6.09% വരുന്ന 85.95 ലക്ഷം ഓഹരികൾ കൂടി ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് 157.8 കോടി രൂപയ്ക്ക് സ്റ്റോക്കിൽ സ്വന്തമാക്കി.